രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ലാപ്പിൽ അതായത് 80 വയസ്സിൽ അപ്രതീക്ഷിതമായി രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അമരക്കാരനാകാൻ നിയോഗിക്കപ്പെട്ടപ്പോൾ മല്ലികാർജുൻ ഖാർഗെയെ നോക്കി നെറ്റി ചുളിച്ചവർ ഏറെയാണ്. രാഷ്ട്രീയപരമായി കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴാണ് ഖാർഗെ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നത്. ഖാർഗെയ്ക്ക് ഒരു പുല്ലും ചെയ്യാനാകില്ലെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ വല്ലഭന് പുല്ലും ആയുധമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഖാർഗെ. ഇന്ത്യ മുന്നണിയിലെ ദ റിയൽ ഹീറോ. കർണാടകക്കാരനായ ദളിതൻ, അമ്മയും സഹോദരിയും വർഗീയ കലാപത്തിനിടെ തീയിൽ വെന്ത് മരിക്കുന്നത് കണ്ട 7 വയസ്സുകാരൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും ട്രേഡ് യൂണിയൻ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം 9 തവണ MLA ആയും 2 തവണ MP ആയും സംസ്ഥാന കേന്ദ്രമന്ത്രിയായും ഉയർന്നു വന്നു. നെഹ്റുവിയൻ രാഷ്ട്രീയവും അംബേദ്കർ രാഷ്ട്രീയവും സമന്വയിച്ചുകൊണ്ട് വ്യക്തമായ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ചാണ് ഖാർഗെയുടെ നിലനിൽപ്പ്. നേരത്തെ കോൺഗ്രസ് അധ്യക്ഷ പദവി വഹിച്ചിരുന്ന ഗാന്ധി കുടുംബത്തെ നേരിട്ട് സമീപിക്കാൻ കഴിയില്ലെന്ന് വലിയ ആക്ഷേപമുണ്ടായിരുന്നു. ആ പ്രതിച്ഛായ മാറ്റാൻ ഖാർഗെയ്ക്കായി. ഇന്ത്യ മുന്നണിയെ ചതിച്ച് നിതീഷ് കുമാർ മറുകണ്ഠം ചാടിയപ്പോൾ ഖാർഗെ മുന്നോട്ട് വന്നു. ഓരോ സംസ്ഥാനത്തും പോയി സഖ്യകക്ഷികളോട് ദീർഘനേരം സംഭാഷണം നടത്തി. കോൺഗ്രസിനോട് അത്ര രസത്തിലല്ലായിരുന്ന തൃണമൂലിനെയും ആപ്പിനെയും പോലും ഒപ്പം നിർത്തി. അസാധാരണമായ ഇടപെടൽ കൊണ്ട് സഖ്യമെന്തെന്ന് പാർട്ടി നേതാക്കളെ ബോധ്യപ്പെടുത്തി. താഴെ തട്ടുവരെ അതെത്തിച്ചു. ബംഗാളിലെ കോൺഗ്രസ് അധ്യക്ഷൻ മമതാ ബാനർജിക്കെതിരെ മോശം പരാമർശം നടത്തിയപ്പോൾ ഖാർഗെ ഇടപെട്ട് അത് നിയന്ത്രിച്ചു. കാരണം ഇപ്പോൾ ഒപ്പമില്ലെങ്കിലും ഭാവിയിൽ മമത മുന്നണിക്കൊരു മുതൽക്കൂട്ടാണെന്ന് ഖാർഗെ തിരിച്ചറിഞ്ഞു. അനുഭവസമ്പന്നനായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ സിക്സ്ത് സെൻസ്. മാതൃഭാഷയായ കന്നഡയ്ക്കൊപ്പം ഹിന്ദി, ഉറുദു, മറാഠി, തെലുങ്ക് എന്നീ ഭാഷകളും നന്നായി കൈകാര്യം ചെയ്യാൻ അറിയുന്നത് ഖാർഗെയുടെ പ്ലസ് പോയിന്റ് ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ഖാർഗെ ഒരു മികച്ച തിരഞ്ഞെടുപ്പാണെന്ന് പലരും പറയുന്നു. പക്ഷേ അതിന് ചില പോരായ്മകളുണ്ട്. ഹിന്ദി ഹൃദയഭൂമിയിലെ സ്വാധീനക്കുറവാണ് ഖാർഗെയുടെ പ്രധാന പോരായ്മ. ഇത് വ്യാപകമായ ഇടപെടലിലൂടെ പരിഹരിക്കേണ്ടതാണ്. 81കാരനായ ഖാർഗെയ്ക്ക് ആദ്യ വോട്ടർമാർക്കും യുവാക്കൾക്കും ഇടയിലേക്ക് എത്തിപ്പെടാൻ എത്രത്തോളം സാധിക്കും എന്നതും ചോദ്യമാണ്. മല്ലികാർജുൻ ഖാർഗെ സ്വന്തം കുടുംബത്തിലേക്ക് അധികാര കസേരകൾ ഒപ്പിച്ചെടുക്കുന്നുണ്ടെന്ന് ആരോപണവുമുണ്ട്. കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിൽ മല്ലികാർജുൻ ഖാർഗെയുടെ മകൻ പ്രിയാങ്ക് ഖാർഗെ IT മന്ത്രിയാണ്. ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കൽബുർഗിയിൽ ഖാർഗെ മത്സരിക്കാതെ മരുമകൻ രാധാകൃഷ്ണ ദൊഗ്ഗമണിയെ നിർത്തിയതും അദ്ദേഹത്തിനെതിരെ എതിരാളികൾ ഉപയോഗിക്കുന്നു. രാധാകൃഷ്ണൻ 1/4 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഇവിടെ ജയിച്ചു എന്നത് വേറെ കാര്യം. ഇതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു പോകട്ടെ. ഞങ്ങളുടെ വീഡിയോകൾ മിസ്സാകാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടണിലെ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.